ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. രാഹുലിന്റെ ഓരോ നീക്കവും പ്രകാശൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രകാശനെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടിരിക്കുകയാണ് രാഹുലും. പക്ഷെ കൂടെ നിന്നുകൊണ്ട് ചതിക്കാനും അതുപോലെ രാഹുലിന്റെ ഓരോ നീക്കവും മനസ്സിലാക്കി അത് തന്റെ മക്കളെ അറിയിക്കാനുമാണ് പ്രകാശന്റെ തീരുമാനം. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കളെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ രാഹുൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ മാസം 18-ന് കല്യാണി കൊല്ലപ്പെടുമെന്ന വാർത്ത. ആ മെസ്സേജ് അയച്ചിട്ടുള്ളത് രാഹുൽ തന്നെയാണെന്ന സത്യം പ്രകാശന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും പ്രകാശൻ ഉടനെ തന്നെ ആ കാര്യം കല്യാണിയെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ രാഹുൽ തൻ്റെ മകളെ കാണാൻ ആവശ്യപ്പെടുന്നുണ്ട്. സരയു ആണെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ മനോഹറിന്റെ പുറകെ തൻ്റെ അമ്മ എത്രയൊക്കെ പ്രകാശനും മനോഹറിനെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തെങ്കിലും അതൊന്നും വിശ്വസിക്കാതെ വീണ്ടും അവനെ ഒരുപാട് വിശ്വസിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ ആ 18 പവന്റെ മാല അത് മുക്കുപണ്ടമാണെന്ന് അറിഞ്ഞതോടുകൂടി അവൾ വീണ്ടും സംശയിച്ചു തുടങ്ങി. എന്തായാലും നമ്മുടെ നിഷയുടെ കല്യാണക്കത്തുമായിട്ട് ആ നടന്ന ഹാളിലേക്ക് അവിടുത്തെ ആളോട് ചോദിക്കുന്നുണ്ട്, ഈ കല്യാണത്തിന്റെ വീഡിയോ എന്തെങ്കിലും ദൃശ്യം എന്തെങ്കിലും കിട്ടാനുള്ള മാർഗമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ നോക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റൈൽസിലെ ഓണറെ കണ്ടിട്ട് മനോഹറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇദ്ദേഹം അവിടെ വരാറുണ്ടോ, ആരുമായിട്ടാണ് വരുന്നത്, അതിന്റെ CCTV ദൃശ്യം എനിക്കൊന്ന് തരണമെന്ന് അയാൾക്കും പണം കൊടുത്ത് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഇതിനിടയിലാണ് രാഹുൽ സരയുവിനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ സരയു അപ്പോഴും അച്ഛനോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അച്ഛനാണെങ്കിൽ കല്യാണിയെ കൊല വിളിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തും ചോദിക്കുന്നത്, മനുവേട്ടനെ ഇത്രയും ഇഷ്ടമായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞ അവസരത്തിലൊക്കെ, അപ്പൊ അതേ മോളെ നീ എന്തായാലും അവനുമായിട്ട് അത്ര അധികം അടുക്കണ്ട, നിന്റെ സ്വർണവും പണവും അത് നീ തന്നെ വെക്കണം, അവനൊന്നും കൊടുക്കരുത്, അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് സരി വീണ്ടും പറയുമ്പോഴും പല കാര്യങ്ങളും അങ്ങനെ പറയാൻ പറ്റില്ല, നീ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അവനെ, അന്ന് ഞങ്ങൾക്ക് തേനും പാലുമായിരുന്നു, പക്ഷെ പിന്നീടാണ് അവന്റെ സ്വഭാവം മനസ്സിലായത്, അതെന്താ നിങ്ങൾ എന്നിൽ നിന്ന് എന്താ നിങ്ങൾ മറയ്ക്കുന്നത്, അതെന്താണെന്ന് വെച്ചാൽ പറയ് എന്നിങ്ങനെ പറയുമ്പോൾ എന്തായാലും രാഹുലിന് തൻ്റെ മകളുടെ മുഖത്ത് നോക്കിയാണ് സത്യം വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സത്യം അപ്പോൾ പറയുകയും ചെയ്യുന്നില്ല. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ തെളിവുകളെല്ലാം ഓരോന്നോരോന്നായി സരയുവിന്റെ കയ്യിലെത്തുകയാണ്. അതായത് ഈ ഓഡിറ്റോറിയത്തിന്റെ ദൃശ്യവും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിലെ അവൻ ഓരോ പെണ്ണുങ്ങളുമായിട്ട് വരുന്ന ആ ഒരു ദൃശ്യവും ഒക്കെ അവളുടെ കയ്യിലെത്തുന്നുണ്ട്. തൻ്റെ മനോഹർ എന്ന് പറയുന്ന അയാൾ ഒരു ക്രൂരനാണ്, അയാളുടെ സ്വഭാവം കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിൽ മനോഹറാണെങ്കിലും മറിയവുമായിട്ട് എത്രയും വേഗം ഇവിടെ നിന്നും അമേരിക്കയിലേക്ക് പറക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സരയുവിനോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്, നമുക്ക് ഒന്നിച്ച് അമേരിക്കയിലോട്ട് പോകാം. അതേ ദിവസം തന്നെയാണ് മറിയവും മനോഹറും കൂടി ഇവിടെ നിന്നും പോകാൻ നിൽക്കുന്നത്. എന്തായാലും സരയു രണ്ടും കൽപ്പിച്ച് മനോഹർ പോകുന്നതിന് മുമ്പ് തന്നെ മനോഹറിനെ പിടികൂടുന്നുണ്ട്. അതുപോലെ തന്നെ മറിയത്തിന്റെ മുന്നിൽ വെച്ച് മറിയത്തിനോട് സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയും മനോഹറിന്റെ മുഖത്ത് മറിയവും അടിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ മനോഹറിനെ നല്ല രീതിയിൽ കുടുക്കുകയും അവനെ തല്ലിച്ചതയ്ക്കുകയും ഒടുവിൽ അവനെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത് ഉടനെ തന്നെ ഉണ്ടാകാൻ പോകുന്ന എപ്പിസോഡാണ്. തന്നെയല്ല, ഇതേ സമയത്ത് പ്രകാശൻ രാഹുലിന്റെ ഓരോ നീക്കവും പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ രാഹുലിന്റെ ഇപ്പോഴുള്ള താമസ സ്ഥലവും അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പ്രകാശൻ. അങ്ങനെ രാഹുലിനെ കിരണും ചന്ദ്രസേനനും അവരുടെ ഗുണ്ടകളും ചേർന്ന് രാഹുലിനെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല നല്ല എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.